ഗുഡ് ഈവനിങ് എവരിബഡി. ഗുഡ് ഈവനിങ്. എല്ലാവരെയും കൂടെ ഒന്നിച്ച് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഏകദേശം ഒരു 2 മാസക്കാലം മുമ്പേ സിനി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മർത്തമന സമാജത്തിന് ഒരു മെസ്സേജ് കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്ത് ടോപ്പിക്ക്. അപ്പൊ സിനി പറഞ്ഞു, നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോരിന്ത്യരുടെ പുസ്തകമാണ്, ഒന്നുകിൽ അതിൽ നിന്നൊരു ടോപ്പിക് എടുക്കുക, അല്ലെങ്കിൽ വിമൻസ് പറഞ്ഞപ്പോൾ ഇതിന്റെ ഭീകരത ഇത്രയുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. 15 മിനിറ്റിനകം ഇത്രയും വൻപിച്ച ഒരു സബ്ജക്റ്റ് കൊണ്ട് പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞ ഇച്ചിരി കട്ടിയായ കാര്യമാണ്. ഒരല്പ എംപവർമെന്റ് തന്നെ എന്നോട് തന്നെ ഞാൻ ബലപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായി. നമ്മള് ഇന്നിപ്പോ അവിടെ കയറിയ പാട്ട്, ആ പാട്ട് തന്നെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു വലിയ എംപവർമെന്റാണ് നമുക്ക് തരുന്നത്. യേശുവിനെ നോക്കി നമ്മൾ ബലപ്പെടുന്ന ഒരു കാര്യമാണ് കാണിക്കുന്നത്. നമ്മൾ പാടും യേശുവെ പോലെയാകുവാൻ, യേശുവെ സാക്ഷിയാക്കുവാൻ, ഉണർവിൻ വരം ലഭിപ്പാൻ, ഇങ്ങനെ പല പാട്ടുകൾ നമ്മൾ പാടുമ്പോഴും നമ്മൾ അതിന്റെ അർത്ഥം എടുക്കേണ്ടത് ഇങ്ങനെയാണ്. അതൊക്കെ വായിച്ച് നമ്മൾ ബലം പ്രാപിക്കുക, ഒരു ശക്തി വരും. എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിനർത്ഥം പറയുന്നത് ശക്തി എന്നാണ്. എന്നാൽ അല്പം കൂടെ അഗാധമായി ചിന്തിച്ച എംപവർമെന്റ്, ഒരു പവർ നമ്മളിലുണ്ട്, അതിനെ ശക്തീകരിക്കാനാണ്. ഉടനീളം ബൈബിൾ എന്ന പുസ്തകം വിശ്വാസത്തിൽ നമ്മെ ഉറപ്പിച്ച് ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് ശക്തിപ്പെട്ട് നമ്മളുടെ ഉത്തരവാദിത്വങ്ങൾ ചെയ്തു തീർക്കുവാനുള്ള ആഹ്വാനമാണ് സത്യത്തിൽ വേദപുസ്തകം നമ്മെ ചെയ്യുന്നത്. നമ്മളൊക്കെ പറയുന്ന വേദപുസ്തകം വായിക്കുന്നതെന്ന് ഒരാൾ ചോദിച്ചാൽ നമ്മൾ ഒരേ വിശ്വാസം ഉറപ്പിക്കാനാ, യേശുവിനെ പറ്റി പഠിക്കാനാ. ഈ യേശുവിനെ പറ്റി പഠിക്കുന്നതുകൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താ? യേശുവെ പോലെ ആകുവാൻ നമ്മൾ ശ്രമിക്കണം. യേശുമ്പരാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പൊ നമ്മെ കാണുന്നവൻ യേശുവിനെ കാണുന്നു. നമ്മിൽ കൂടെ ദൈവ സാന്നിധ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അതിന് നമ്മൾ നമ്മെ തന്നെ ബലവത്താക്കുന്ന പ്രവൃത്തിക്ക് നമുക്ക് എംപവർമെന്റ് എന്ന് പറയും. ഇനിയും ദൈവം തരുന്ന പവർ പുരുഷനും സ്ത്രീയോ ഒന്ന് വേർതിരിച്ചൊന്നുമല്ല തരുന്നത്. പിന്നെ ഈ വിമൻസ് എംപവർമെന്റ് എന്ന വാക്കിന് വലിയ വീര്യവും വിലയും വരാൻ ഉണ്ടായ കാരണം, പെട്ടെന്ന് എംപവർമെന്റ് എന്ന്, വിമൻസ് എംപവർമെന്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വലിയ വലിയ ആളുകൾ, ഇന്ദിരാഗാന്ധിയോ സരോജിനി നായിഡുവിനെയോ മാർഗരറ്റ് താച്ചറിനെയോ ഒക്കെ ഓർക്കും. ആ എംപവർമെന്റ് അതൊരു എംപവർമെന്റ് ആണ്. അവർ സോഷ്യൽ റൈറ്റ്സിന് വേണ്ടിയും ജസ്റ്റിസിന് വേണ്ടിയും ഒക്കെ വാദിക്കുന്നു. നമ്മളൊക്കെ സാധാരണ മനുഷ്യർ, നമ്മൾ ആയിരിക്കുന്നിടത്ത് നമുക്കൊരു എംപവർമെന്റ് ആവശ്യമാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫ് നടത്തിക്കൊണ്ടുപോകാൻ. സ്ത്രീകളായിരിക്കും നമ്മൾ പലരും അമ്മമാരും കുടുംബം നടത്തുന്നില്ല. ഒരു കുടുംബത്തെ ഭംഗിയായി കൊണ്ടുവരണമെന്നവരിൽ ഒരു സ്ത്രീ അവളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ചെയ്തു തീർക്കണം. പലപ്പോഴും അത് ചെയ്യണമെങ്കിൽ നമ്മൾ ദൈവത്തെ വിളിക്കുകയും നമ്മൾ എംപവർ ചെയ്യുകയും ചെയ്യണം. ഞാനൊരു വാക്യം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടെ വന്ന ഇതാണ്. പൗലോസ്ലീഹ പറയുന്നത്, ഐ ക്യാൻ ഡു ഓൾ ദിസ് ത്രൂ ഹിം who gives me the strength. ആ സ്ട്രെങ്തിനെയാണ് നമ്മൾ എംപവർമെന്റ് എന്ന് കാണേണ്ടത്. മശിഹാ തമ്പുരാൻ 3.5 വർഷം ലോകത്തിൽ നടന്നപ്പോൾ പലയിടത്തും ദൈവം സ്ത്രീകളുടെ എംപവർമെന്റ് എടുത്തു കാണിക്കുന്നുണ്ട്. 1-2 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. രക്തസ്രാവക്കാരിയായ സ്ത്രീ മശിഹാ തമ്പുരാൻ വഴിയെ നടന്നു പോകുമ്പോൾ ചെന്ന് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു, ശക്തി പ്രാപിച്ചു, അവൾ സുഖമായി. അവളിൽ തന്നെ ഒരു എംപവർമെന്റ് ഉണ്ടാക്കേണ്ടി വന്നു. ആ പൊതുരംഗത്ത് നിന്ന് യേശുദമ്പുരാന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടാൻ. നമുക്ക് ആ ഭീകര രംഗം ഒന്ന് ഉദ്ദേശിക്കാം. അവള് ജീവിച്ചിരുന്ന ആ സാഹചര്യത്തിൽ ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള അവകാശമില്ല, ഒരു പുരുഷൻ കൂടാതെ. ഒരു കോർട്ട് അവൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ, ടെസ്റ്റിമോണിക്ക് അവളെ വിളിക്കത്തില്ല. അവൾക്കൊരു സ്ക്രിപ്ചറെ തൊടാനോ റീഡ് ചെയ്യാനോ ഒന്നും അവകാശമില്ല. രക്തസ്രാവമുള്ള ഒരു സ്ത്രീയോ അവൾ ഒരു മനുഷ്യനെ തൊടാൻ പറ്റത്തില്ല, കാരണം അവൾ അശുദ്ധിയായി മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. അവള് എടുത്ത ധൈര്യം, ദൈവവിശ്വാസത്തിൽ കൂടി അവൾ നേടിയെടുത്ത ധൈര്യം കാരണം അവള് ചെന്ന് മശിഹാതമ്പുരാന്റെ വസ്ത്രത്തിൽ തൊട്ടു. തമ്പുരാൻ ചോദിക്കുന്നത്, എന്നെ തൊട്ടതാര്? നമ്മള് കൊച്ചൊക്കെ ആയിരിക്കുമ്പോൾ എന്നെ തൊട്ടതാരെന്ന് ചോദിച്ചാൽ, ഓ, ദൈവത്തെ തൊട്ടപ്പോൾ ദൈവം അശുദ്ധമായി.
ദൈവം ഒരിക്കലും അശുദ്ധമാകുകയില്ല എന്ന സത്യം നമ്മൾ എപ്പോഴും ഓർക്കണം. പിന്നെ ദൈവം എന്തിനാ പറഞ്ഞു എന്നെ തൊട്ടതാരാണെന്ന്? അതിൽ കൂടി യേശു തമ്പുരാൻ അവളെ ബലപ്പെടുത്തുകയല്ല. ദൈവം തമ്പുരാൻ സ്ത്രീക്കും പുരുഷനും തന്നിരിക്കുന്ന പവർ ഒന്ന് തന്നെ. അവരെ വേറെ കണ്ടെന്നല്ല. നമ്മൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ഇടയിൽ പല രീതിയിൽ അത് സ്ത്രീകൾ ഒരുപാട് എന്താ പറയുന്ന അവരെ ചവിട്ടിത്താഴ്ത്തിന്ന് ഞാൻ പറയത്തില്ല, എങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അവരിലുള്ള പവർ പലപ്പോഴും അവർക്ക് പ്രത്യക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. നമ്മൾ നമ്മുടെയൊക്കെ ഒരു 2 ജനറേഷൻ 1 ജനറേഷൻ മുന്നേ ഉള്ള വീടുകളിൽ നോക്കിയാൽ ഒരു സ്ത്രീ ഒരു 10-18 വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ചു വരും. ഒരു 8 മക്കളെ അങ്ങ് പ്രസവിച്ചു കഴിഞ്ഞാൽ 8 2 16 ഇളയ കൊച്ചിന് ഒരു 15 വയസ്സാകുമ്പോഴത്തേക്ക് ഈ സ്ത്രീക്ക് ഏകദേശം 45-50 വയസ്സാകും. അവളുടെ പ്രൈം ലൈൻ കഴിഞ്ഞു. പിന്നെന്തുവാ അവൾ ഈ വലിയ എംപവർമെന്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പം സ്ത്രീകൾ തന്നെ അങ്ങ് താണു കൊടുക്കും. പക്ഷെങ്കിൽ ആ 8 പിള്ളേരെ വളർത്തിയെടുത്തത് വലിയൊരു എംപവർമെന്റ്. അവൾ നടന്ന ശാരീരിക പ്രയാസങ്ങളും മാനസിക പ്രയാസങ്ങളും ദാരിദ്ര്യവും ഒക്കെ അവൾ തരണം ചെയ്ത് ദൈവവിശ്വാസം എന്ന വലിയ ആയുധം ഉപയോഗിച്ച് എംപവർ ചെയ്ത്. എംപവർമെന്റ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന, അത് വേറൊരാൾക്ക് നമ്മളെ ശക്തീകരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഒരു പ്രോസസ് നടക്കണം. മറ്റുള്ളവർക്ക് നമ്മൾക്ക് പ്രചോദനം തരാൻ പറ്റും. പല കാര്യങ്ങൾ കൊണ്ട് അവരുടെ ജീവിത എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയോ അവർ കടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയുകയോ ചെയ്യുമ്പോൾ അതിൽ കൂടി നമുക്ക് എംപവർ ആകാം. പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു പ്രോസസ്സ് നടക്കേണ്ട ആവശ്യമുണ്ട് എംപവർ ചെയ്യാൻ വേണ്ടി. എംപവർ ആയ ഒരു മനുഷ്യൻ അല്ലെ ഒരു സ്ത്രീയിൽ കാണുന്ന വ്യത്യാസം എന്തൊക്കെയായിരിക്കും? വളരെ മോട്ടിവേറ്റഡ് ആയിരിക്കും ടു പെർഫോം ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. മറ്റുള്ളവരുടെ കാര്യം പറയാൻ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കും. നല്ല കാര്യങ്ങൾ പ്രാക്ടീസ് ഫോളോ ചെയ്യാൻ അവർ ശ്രമിക്കും. അങ്ങനെ മറ്റുള്ളവർക്ക് നമ്മളിൽ കൂടെ നന്മയുണ്ടാകും. സ്പിരിച്വലി എംപവർമെന്റിന്റെ അർത്ഥം പറയുന്നത് ഭൗതിക ലോകത്തിൽ നമ്മൾ ഡിക്ഷണറി വായിച്ചാൽ പറയും an authority or power given to someone to do something. പിന്നെ ഒരു മീനിങ് പറയുന്നുണ്ട് പ്രോസസ് ഓഫ് ബിക്കമിങ് സ്ട്രോങ്ങർ ആൻഡ് മോർ കോൺഫിഡൻറ്റ്. സ്പിരിച്വലി ഇച്ചിലൂടെ എലാബറേറ്റഡ് വേയിൽ അതിന്റെ അർത്ഥം പറയുന്നത് entering a perspective from which we can effectively care for ourselves as well as the world around us. ഇപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ യേശു തമ്പുരാൻ 3.5 വർഷം കൊണ്ട് നമ്മളെ കാണിച്ചതും പഠിപ്പിച്ചതുമായ കാര്യം മുഴുവൻ ലവ് യുവർ നെയ്ബർ ആസ് തൈസെൽഫ്. സോ വി ക്യാൻ മേക്ക് ദ വേൾഡ് ബെറ്റർ ബൈ ബിഹേവിങ് ourselves, understanding, having a power. ഇനി സ്ത്രീകൾക്ക് ഈ പവർ ആദ്യം കൊടുത്തത് ആരാണെന്ന് വ്യക്തമായിട്ട് ഉൽപ്പത്തിയിൽ ചെന്നാൽ നമുക്ക് കാണാം. അവിടെ പറയുന്നുണ്ട് ദൈവം സൃഷ്ടിച്ചു, 6 ദിവസം കൊണ്ടെല്ലാം സൃഷ്ടിച്ചു. മനുഷ്യനെ അത് ഏൽപ്പിച്ചിട്ട് പറയുന്നു ഡ്രസ് ദിസ്, ഞാൻ ഉണ്ടാക്കി നല്ലതെന്ന് ഞാൻ കണ്ട ഈ ലോകം നിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു, ഇതിനെ ഭംഗിയായി സംരക്ഷിച്ച് എൻജോയ് ഇറ്റ്. Did he do that? What did Adam do? അദ്ദേഹം ഇങ്ങനെ ഏകനായി ഊമനായി ഇരിക്കുന്നത് കണ്ടപ്പോൾ ദൈവം പറയുന്നു ഇവൻ നല്ല ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതല്ല, ഏകനായിരിക്കുന്നത് നല്ലതല്ല, ഇവനൊരു തുണ വേണം. In other words, if you twist it, we can take it as he need to be empowered. So God created us to empower the man. There's a saying, every successful man has a woman behind him. Either it could be his wife, mother, sister, a woman's support. അപ്പൊ ദൈവം അവിടെ തന്നെ ആദാമിന് ശക്തിക്ക് വേണ്ടി എംപവർമെന്റിന് വേണ്ടിയിട്ടാണ് സ്ത്രീയെ കൊടുക്കുന്നത്. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അസ്ഥിയായി എടുത്തതെന്ന്. ഓഫ് കോഴ്സ് വേദപുസ്തകത്തിൽ ഒരിക്കലും തെറ്റെഴുതത്തില്ല. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ശരിയാണെങ്കിലും എഴുതിയ ആളുകളുടെ അന്നത്തെ വിജ്ഞാനത്തിൽ DNA ക്രോമസോമോ ഒന്നും വെളിപ്പെട്ടിരുന്നില്ല. ഞാൻ ചെറുതായിട്ട് നിങ്ങളെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുക. ഇപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ ക്രോമസോം. അപ്പൊ അന്ന് എല്ലാണോ എടുത്തത്, അതോ XY ക്രോമസോം പുരുഷനും XX ക്രോമസോം സ്ത്രീയും? XY ക്രോമസോമിൽ നിന്ന് ദൈവം എക്സിന്റെ ഒരു പാർട്ട്, സോ കൺസിഡറബിളി ഹാഫ് ഓഫ് ഇറ്റ് എടുത്തു. അതിനെ 4 times മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അത് XX ആയി മാറി. അപ്പൊ XY ഉള്ള പുരുഷനെ ശക്തീകരിക്കാൻ വേണ്ടി ദൈവം സ്ത്രീക്ക് കൊടുത്തത് 2X ആണ്, XX. ഇന്നും അങ്ങനെയായി. ഇന്നും ഒരു കുഞ്ഞാണാണെങ്കിൽ അത് XY യും
സ്ത്രീ പെണ്ണാണെങ്കിൽ അത് എക്സ് സെക്ഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സ്ത്രീയെ ദൈവം എന്ത് പവർഫുൾ ആയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഷീ ക്യാൻ ഹാൻഡിൽ എ ലോട്ട് മോർ. സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട് മൾട്ടി ടാസ്ക് പെണ്ണുങ്ങൾക്ക് ചെയ്യാം. പെണ്ണുങ്ങൾ എടുക്കുന്ന സ്ട്രെസ് അത്ര ആണുങ്ങൾക്ക് സ്ട്രെസ് എടുക്കാൻ പറ്റത്തില്ല. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവിനെ ഈ ലോകത്തിന്റെ പ്രയോജനത്തിനായി നമ്മൾ ഉപയോഗിച്ചിരിക്കണം. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനിയും എംപവർമെന്റിൽ എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ എംപവർ ചെയ്യാം, അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഒരാൾ തെറ്റ് ചെയ്താൽ നമ്മൾ സ്വയം എംപവർ ചെയ്യണം, പോയി ആ ആളിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പലപ്പോഴും നമ്മൾ പറയും, അയ്യോ ഞാൻ പോകുന്നില്ല, ഞാൻ പറയുന്നില്ല, അവരിനി എന്തോ ഓർക്കും. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് അവരുടെ നന്മയെ നമ്മൾ പ്രതീക്ഷിച്ചാൽ പോയി അവരെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം ദൈവം നമ്മിൽ തന്നിരിക്കുന്നതാണ്. നമ്മൾ നമ്മെ എംപവർ ചെയ്തേ പറ്റത്തുള്ളൂ. ഒരു ചെറിയ അനാലജി, നമ്മളുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പവർ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചാൽ, നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. ഈ സ്മാർട്ട് ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ എല്ലാ ആപ്സും നമുക്ക് യൂസ് ചെയ്യാൻ അറിയത്തില്ല. പലരും പല ആപ്പ്, എല്ലാവർക്കും അറിയാം ഫോൺ ചെയ്യാൻ, അതിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് ഫോർവേഡ് ചെയ്യാനും അറിയാം. ബാക്കി നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ആ ഫോണിലുള്ള പല ആപ്സും ഉപയോഗിക്കാൻ നമുക്കറിയത്തില്ല. അത് ഉപയോഗിക്കണമെങ്കിൽ നമ്മളെ തന്നെ ശക്തീകരിക്കണം. പലരോടും എന്താ അത് ഉപയോഗിക്കാത്തതെങ്കിൽ എനിക്ക് അറിയത്തില്ല. ഡിഡ് വി എവർ ട്രൈ ടു യൂസ് ഇറ്റ്? എംപവർ. നമ്മുടെ ഫിയർ ആണ് നമ്മൾ ഇതിനെ ഉപയോഗിക്കാത്തത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കം ഔട്ട് ഓഫ് ദാറ്റ് ഫിയർ. ഓക്കെ, ഐ വിൽ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്. ദൈവം എനിക്ക് അതിന് ശക്തി തന്നിട്ടുണ്ട്. വിത്ത് ഗാഡ് ഐ ക്യാൻ ഡു എവറിഥിങ്. ദൈവം എന്നെ ശക്തനാക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. ഒരു കാര്യം ചെയ്യണേ ആദ്യം നമുക്കൊരു വിഷൻ വേണം, എനിക്ക് ഇന്ന കാര്യം ചെയ്യാം. രണ്ടാമത് നമുക്ക് ഒരു ഡിറ്റർമിനേഷൻ, ഐ വാണ്ട് ടു ഡു ഇറ്റ്, സോ ഐ വിൽ ലുക്ക് ഫോർ റിസോഴ്സസ്. അപ്പൊ അതിന് ബേസിക്കലി ചില എഡ്യൂക്കേഷൻ ആവശ്യമാണ്, പരസഹായങ്ങൾ തേടേണ്ടി വരും. മനസ്സുകൊണ്ട് നമ്മളതിന് പ്രിപ്പയർ ആയാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. വേറൊരു ഉദാഹരണം, നല്ലൊരു ശതമാനം ആളുകളും ഡ്രൈവ് ചെയ്യാൻ മടിക്കും. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൊച്ചു വണ്ടി, വീട്ടിലൊരു വലിയ വണ്ടി കിടപ്പുണ്ട്, മറ്റേത് കേടാണെങ്കിൽ ഈ വണ്ടി എടുത്തൊന്നും പോകത്തില്ല, ഹൈവേയിലൊന്നും ഇറങ്ങത്തില്ല. എന്തുകൊണ്ടാണ്? അത് നമുക്ക് ലൈസൻസ് എന്ന പവർ നമ്മുടെ കയ്യിലുണ്ട്, കണ്ണുണ്ട്, വഴിയുണ്ട്, ഡ്രൈവ് ചെയ്യാൻ അറിയാം, സകലതും അറിയാം. ദെൻ വൈ ഡോണ്ട് വി യൂസ് ദാറ്റ് ദി അതർ കാർ? നമ്മുടെ ഫിയർ. നമ്മളെപ്പോഴും ഓർക്കേണ്ടത് വിമൻസ് എംപവർമെന്റ് എന്ന് പറയുന്നത് എനിക്കിത് ചെയ്യാം, എൻ്റെ കയ്യിൽ അതിനുള്ള ആയുധങ്ങളുണ്ട്, എൻ്റെ ലൈസൻസ് ഉണ്ട്, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാം, എൻ്റെ ലൈനിൽ മറ്റേ വണ്ടി ഓടിക്കാമേ, അതുപോലെയുള്ള ഈ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നവരെല്ലാം ആ വണ്ടി ആ ലൈനിൽ കൂടെ പോകത്തക്കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ചില യഥാർത്ഥങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ നമ്മെ തന്നെ ശക്തീകരിച്ച് മുന്നോട്ട് പോകണം. ഇത് ആപ്ലിക്കബിൾ ആണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫ്. നമ്മളുടെ മുൻപിൽ കാണുന്ന കുഞ്ഞുങ്ങൾ നമ്മളുടേതല്ല, വേറൊരാളുടെ. പക്ഷെ അവരെ സ്നേഹിക്കാനും അവരെ കറക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വങ്ങൾ നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ എംപവർമെന്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ച അർത്ഥം നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? നല്ല കാര്യം ചെയ്യണമെന്ന് നന്മ തിന്മകളൊക്കെ നമുക്കറിയാം, ചെയ്യാത്ത എന്തുകൊണ്ടാണ്? പലപ്പോഴും ഫിയർ ആണ് നമ്മുടെ ഒബ്സ്റ്റക്കിൾ. അതിനെ എങ്ങനെ അതിജീവിക്കാം? അതിന് ബൈബിളിലെ ഏത് പോർഷൻ എടുത്തു നോക്കിയാലും നമുക്ക് കാണാവുന്ന കാര്യമാണ്. എല്ലാവരും ബലവാന്മാരായിരുന്നില്ല. മോശയെ ദൈവം വിളിച്ചപ്പോൾ മോശ പറഞ്ഞു, വിക്കനായ ഞാൻ എന്തോ ചെയ്യുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവനിൽ ദൈവം പറഞ്ഞു, നോ, ഐ ആം ദ ഗാഡ്, ഐ ആം ഹു ഐ ആം, ഐ ആം പവർഫുൾ. യേശുദമ്പുരാൻ പറയുന്നുണ്ട്, മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. സോ ഈ പൗലോസിനെ തന്നെ ബലവാനായ പൗലോസിനെ 3 ദിവസം കണ്ണു കാണാൻ മേലാതെ ഇരുത്തി ശരിക്ക് പാഠം പഠിപ്പിച്ചിട്ടാണ് ദൈവം ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിച്ചത്. ചിലപ്പോൾ നമ്മളെ എംപവർ ചെയ്യാൻ വേണ്ടി ദൈവം നമ്മൾ ശക്തി എന്ന് തോന്നുന്ന പല കാര്യങ്ങളിൽ നമ്മളെ പുറകോട്ട് മാറ്റി നിർത്തി നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ചിട്ട് പോകാൻ വേണ്ടി ദൈവം നമ്മെ ഉപയോഗിച്ചെന്നിരിക്കും. അത് ആ രീതിയിൽ കാണാൻ നമ്മൾ കണ്ടിരിക്കണം, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എനിക്ക് തോന്നുന്നത് ഞാൻ ഇത്തിരി സമയം എടുത്തോ? സമയം കഴിഞ്ഞോ? കേൾക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു 15. ഞാൻ ശ്രദ്ധിച്ചില്ല സമയമായോ എന്ന്. എംപവർമെന്റ് എന്ന ബേസിക്കലി അർത്ഥം എല്ലാവരും വരുത്തുക. ബൈബിൾ നമ്മൾ ഏത് വായിച്ചാലും നമ്മൾ
ബലഹീനരാണെന്ന് തോന്നുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ കൂടി നമുക്ക് വളരെയധികം ബലം നേടാൻ സാധിക്കും. ദാവീദ് വലിയൊരു ഉദാഹരണമാണ്. യഹോവ എൻ്റെ ഇടയനാണ്. നമ്മളെല്ലാം കാണാതെ പഠിച്ചിട്ടുള്ളത് യഹോവ എൻ്റെ ഇടയനാണ്. നമ്മൾ ആരെങ്ങും ഒന്ന് ഓർത്തെ പുൽപ്പുറത്തൊരു ആട്ടിടയൻ കടന്നിട്ട് അവന്റെ ബലഹീനതയിൽ അവൻ ദൈവത്തെ നോക്കി പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അതൊരു വളരെ ബലം നൽകുന്ന ഒരു പ്രാർത്ഥനയാണ്. നമ്മളത് ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നമ്മളിൽ തന്നെ ബലം പ്രയോഗിക്കാൻ ബൈബിളിലെ നമുക്കെല്ലാം അറിയാം, ചില പാട്ടുകളായിരിക്കും നമുക്ക് ബലം തരുന്നത്. അതൊക്കെ വളരെ പോസിറ്റീവ് തിങ്കിങ് ആണ്. അതിൽ കൂടി നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്ത് മുൻപോട്ട് നീങ്ങുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.